ക്രിസ്തുവർഷം 632 ജൂൺ മാസം 7-ാം തീയതിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് അവസാനത്തെ പ്രഭാഷണം നടത്തിയത്. ജൂൺ മാസം 8-ാം തീയതിയാണ് തിങ്കളാഴ്ച സുബഹി നിസ്കാരാനന്തരം തങ്ങൾ വഫാത്തായത്. അതിൻ്റെ തലേന്ന് ഞായറാഴ്ച ളുഹ്ർ നിസ്കാരാനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീണ്ട ഒരു പ്രഭാഷണം നടത്തി. സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെപ്പോലെ നീണ്ട പ്രഭാഷണം നടത്താറില്ല. അവിടുന്ന് ഹജ്ജത്തുൽ വദാഇൽ ലോകപ്രശസ്തമായ പ്രസംഗം നടത്തിയത് 8 മിനിറ്റ് സമയമാണ്. അത്രയ്ക്കേ തങ്ങൾ പ്രസംഗിക്കാറുള്ളൂ. തങ്ങൾ ഖുതുബ ഹദീസുകളിൽ കാണാം, സഹിയായ ഹദീസുകളിൽ തങ്ങൾ ജുമാന്റെ ഖുതുബ ഓതിയതും മറ്റു ഖുതുബ ഓതിയതും ഒക്കെ കാണാം. വളരെ കുറഞ്ഞ വാക്കുകളാണ്. അതേ സമയത്ത് ലോകത്തോട് വിട പറയുന്നതിന്റെ തലേ ദിവസം അല്ലാഹുവിന്റെ റസൂൽ നീണ്ട ഒരു പ്രഭാഷണം നടത്തി. 4 മണിക്കൂർ സമയം ളുഹ്ർ നിസ്കാരാനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫർ മാസത്തിലെ ഒടുവിലത്തെ ബുധനാഴ്ച തങ്ങൾ അസുഖബാധിതനായി. ഓരോ ദിവസം കഴിയുന്തോറും തങ്ങൾക്ക് അസുഖം കലശലായി. തങ്ങൾക്ക് ശക്തമായി പനി വന്നു. നമ്മിൽ ഒരാൾക്ക് പനിക്കുന്നതിന് ഡബിളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പനിച്ചു. തങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെയായി. ദിവസങ്ങളോളം മദീനത്തു പള്ളിയിൽ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉള്ളപ്പോൾ മദീനത്തു പള്ളിയിൽ വേറെ ആൾ ഇമാം നിൽക്കലില്ല, മയ്യത്തിനും നിൽക്കലില്ല, ഒരു നിസ്കാരത്തിനും നിൽക്കലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ ഇമാം നിൽക്കല്. ഇപ്പണ്ട് ചില നാട്ടിലൊക്കെ ഇവിടെ ഉണ്ടോന്ന് അറിയില്ല, മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി മയ്യത്തിന്റെ മക്കളാണ് അല്ലെങ്കിൽ മയ്യത്തിന്റെ ജ്യേഷ്ഠനാണ് ഏതെങ്കിലും കുടുംബവും ബന്ധവും ഒക്കെ പറഞ്ഞിട്ട് ഒരു പലപ്പോഴും സാധാരണക്കാരായ ആളൊക്കെ നിസ്കരിക്കാൻ ഒരു അധികാരം എന്നോണം മിഹ്റാബിലേക്ക് കയറി നിൽക്കുന്ന ചില സ്വഭാവമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്ത് പള്ളിയിലുള്ള കാലത്ത് തങ്ങളല്ലാത്ത ഒരാൾ മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല. ആ മരിച്ച സഹാബികൾക്കൊന്നും മക്കളുണ്ടായിരുന്നില്ലേ? അവർക്കൊന്നും ബാപ്പുണ്ടായിരുന്നില്ലേ? അവർക്കൊന്നും കുടുംബക്കാരുണ്ടായിരുന്നില്ലേ? അതുകൊണ്ട് നിസ്കാരത്തിന് സയ്യിദുമാർ അതുപോലത്തെ മഹത്തുക്കളായ ആളുകൾ ഉണ്ടാകുമ്പോൾ അവരെ കൊണ്ടാണ് നിസ്കരിപ്പിക്കേണ്ടത്, അവരെ കൊണ്ടാണ് ദുആ ചെയ്യിപ്പിക്കേണ്ടത്. ആരെ കൊണ്ട് നിസ്കരിപ്പിക്കണം, ആരെ നിസ്കാരത്തിന് നേതൃത്വം നൽകണം എന്ന് നിശ്ചയിക്കാനുള്ള അധികാരം അതാണ് മയ്യത്തിന്റെ മക്കൾക്കും മയ്യത്തിന്റെ പിതാവിനും ബന്ധപ്പെട്ട ആളുകൾക്കും ഉള്ളത് എന്നൊരു തിരിച്ചറിവുണ്ടാവണം.